നമസ്കാരം. നമ്മളിന്നുള്ളത് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കേസ് കൺസ്ട്രക്ഷൻ്റെ പവലിയനിലാണ്. ഇന്ന് നമ്മളുടെ കൂടെ കുറേയധികം പുതിയ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്കിന്ന് കാണിക്കാനുള്ളത് ഈ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു BS5 എഞ്ചിനാണ്. കൊമേഴ്സ്യൽ സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കേസിൻ്റെ BS5 എഞ്ചിനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കുറേ മെഷീനുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മെഷീൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകും. വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത്, അതായത് കേസിൻ്റെ ഏത് മെഷീൻ എന്ന് പറഞ്ഞാലും നമുക്ക് നോക്കുവാണെങ്കിൽ കോമ്പാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മാർക്കറ്റാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റേഴ്സ് ആണ്. കോമ്പാക്റ്റേഴ്സിൽ തന്നെ ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ 450 NX എന്ന് പറഞ്ഞാൽ ഈ ഒരു BS5 മെഷീനാണ്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് നേരത്തെ നമുക്ക് 1280 സംതിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ വിഡ്ത്തിനെ കുറച്ച് 1 മീറ്ററിലേക്കാക്കി ഇനിയും ഏത് ചെറിയ ഇടവഴിയിലേക്കും വളരെ ഈസി ആയിട്ട് കയറി പോകാം. അതുപോലെ തന്നെ നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ക്യാബിൻ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് തൊട്ട് പുറകിലായിട്ട് തന്നെ കിടക്കുന്നതാണ് കേസിൻ്റെ തന്നെ ഈ കാണുന്ന 952 NX എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേറ്റഡ് മോഡൽ. ഈ ഒരു അപ്ഡേറ്റഡ് മോഡലിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എൻറ്റയർ കാര്യങ്ങളെ പൂർണ്ണ രീതിയിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. കുറേയധികം വ്യത്യാസങ്ങൾ ഈ ഒരു 952 NXനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോഴ്സും എല്ലാ കാര്യത്തിലും കുറേയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് 952 NX. ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോകും. അതുപോലെ തന്നെ ഇത് നമ്മളുടെ കേസിൻ്റെ തന്നെ 110 NX എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സ്ഥിരമായിട്ടുള്ളൊരു മോഡലാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞൊരു എഞ്ചിൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഹൈലൈറ്റ് ആയിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ ഒരു 4-in-1 ബക്കറ്റോട് കൂടിയ കേസിൻ്റെ ഒരു സ്കിഡ് സ്റ്റീഡ് ലോഡറിനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു സ്കിഡ് സ്റ്റീഡ് ലോഡേഴ്സ് എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി 2 മോഡൽസ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു SR130B, അതുപോലെ തന്നെ SR175 എന്ന് പറഞ്ഞ 2 മോഡൽസാണ് നമ്മുടെ കേസ് കൺസ്ട്രക്ഷന് വേണ്ടി ഇത്തവണ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് ഹോൾ ലോഡേഴ്സിലേക്ക് കിടക്കാം. ബാക്ക് ഹോൾ ലോഡേഴ്സിലേക്ക് 3 മെഷീൻസ് വന്നിട്ടുണ്ട്. 770 NX, 851 NX വന്നിട്ടുണ്ട്. 4 വീലും 2 വീലും കാര്യങ്ങളൊക്കെയാണ് എത്തിയിരിക്കുന്നത്. പ്രധാന വ്യത്യാസം കാണാൻ പറ്റുന്ന എന്തെന്ന് പറഞ്ഞതുകൊണ്ട് ഫ്രണ്ട് സൈഡ് ഫുള്ളി ക്ലോസ് ചെയ്താണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഒരു തരത്തിലുള്ള അകത്തേക്ക് ഇമ്പാക്റ്റുകൾ എല്ലാ കാര്യങ്ങളൊന്നും പോകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ടാണ് ഒരു ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. മറ്റ് കോമ്പറ്റീറ്റീവ് മോഡൽസിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അതുപോലെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തൊട്ട് പുറകിൽ തന്നെ 851 NX എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ 74 HP ഒരു വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എഞ്ചിൻ എല്ലാം പുതിയ എഞ്ചിൻസാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പമ്പിൻ്റെ ഫ്ലോഡ് പവർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന 770 NX എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് നമ്മൾ 2 വീൽ മോഡലാണ്. നമ്മൾ നോർമൽ കണ്ട പോലെ തന്നെയുള്ള ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബാക്ക് ഹോയിൽക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും പഴയ മോഡൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്രോളർ ഡോസർ കുഴപ്പമുണ്ട്. ഇതാണ് ആ ഒരു മെഷീൻ. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ BS3 തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എഞ്ചിനകത്ത് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇത് അത്യാവശ്യം നമുക്കറിയാലോ വലിയ വർക്കിനൊക്കെ നമുക്ക് വളരെ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കേസിൻ്റെ പവലിയനിൽ ഇത്തവണ എത്തിയിരിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് ഒക്കെ എടുത്തൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യാവുന്നതാണ്. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളോട് ഒന്ന് കണ്ടിട്ട് വരാം. സോ കേസ് കൺസ്ട്രക്ഷൻ്റെ ഈ ഒരു പവലിയനിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതുകൊണ്ട് കുറേ ചെടികൾ മരങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഇതിനെ നട്ട് കഴിഞ്ഞാൽ കേസ് അതിനെ പരിപാലിച്ചോളും. ആ ഒരു ക്യാമ്പയിനാണ് ഗ്രോ വിത്ത് കേസ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കേസിൻ്റെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നുണ്ടോ 180 years ഓഫ് കേസ്. അതിൻ്റെ കേസിൻ്റെ ആ ഒരു ജേണി നമുക്കിവിടെ നല്ല രസമായിട്ട് തന്നെ അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2025 സ്റ്റേജ് 5 ആ ഒരു എൻജിൻ ലോഞ്ച് ചെയ്ത് ഉൾപ്പെടെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഓരോ വർഷം 2023, 2021, 2017, 2013 അങ്ങനെ എല്ലാ വർഷവും ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചതിനെക്കുറിച്ച് വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം അടുത്ത ദിവസം നല്ല വീഡിയോ നിങ്ങളെ സ്വന്തം വിഷ്ണു കൊടുർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.